ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചായി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, കാരണം നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ഇപ്പം കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1 month ആയിട്ട് പ്രസൻറ്റേഷനും എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കൊടുക്കാൻ നമ്മൾ എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലേക്കാണ്. വിയന്നയിൽ നമുക്ക് പുതിയ യൂണിവേഴ്സിറ്റികൾ തേടി പോകാം. അവിടുത്തെ പുതിയ ടൂറിസ്റ്റ് പ്ലേസസ്, നമുക്ക് സ്റ്റുഡൻസിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു കുറച്ച് ലോങ് ട്രിപ്പാണിത്. വിയന്നയിൽ നമ്മൾ അടുത്ത കൺട്രിയായ ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റ് പോകും. ബുദാപെസ്റ്റിൽ നമ്മൾ അടുത്ത് സ്ലോവാക്കിയയുടെ ക്യാപിറ്റലായ ബാറ്റിസ്ലാവിൽ പോകും. അങ്ങനെ ഒരു 3 കൺട്രി നമ്മൾ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:30 നമ്മൾ ട്രെയിനാണ്. നമുക്ക് നേരെ ട്രെയിനിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. റീജിയോ ജെറ്റ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. ഓൾ യൂറോപ്പ് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിയന്ന കാഴ്ചകൾ കാണാം. സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളിപ്പോൾ ഷാനിലുണ്ട്, ജംനാസ് ഉണ്ട്, ലിമ ഉണ്ട്. നമ്മൾ 4 പേരായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഗായ്സ്, നമ്മുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, അത് നമുക്കെത്തി. ഷാനിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? അപ്പോൾ ഈ എമൗണ്ടിന് വർത്താണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിലെ ഫുഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓസ്ട്രിയയിലെത്തി നമ്മൾ ട്രെയിൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ ജീവിതത്തിലെ 6ാമത്തെ കൺട്രിയാണ് ഓസ്ട്രിയ. അപ്പോൾ നമുക്കിനി ഓസ്ട്രിയയുടെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഓസ്ട്രിയയുടെ മണ്ണിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഓസ്ട്രിയ മെയിൻ ക്യാപിറ്റലായ വിയന്നയുടെ റെയിൽവേ സ്റ്റേഷന്. മൊത്തത്തിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ വന്ന ട്രെയിൻ തന്നെ റീജിയോ ജെറ്റിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ 24 hour പാസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 24 hour പാസ് എടുത്തു കഴിഞ്ഞാൽ 9 euro ആണ്. നമുക്ക് ഇന്ന് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്, അടുത്ത ദിവസം ആ ടൈം വരെ നമുക്ക് ആ പാസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് മെട്രോ, ട്രെയിന്, ട്രാമോ, ബസ് ഏതുവാണെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരെ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഗായ്സ്, നമ്മൾ 1 day പാസ് എടുത്തു. 24 hour നമുക്ക് ഈ വിയന്ന മൊത്തം നമുക്ക് കറങ്ങാൻ പറ്റും. ഏകദേശം 8 euro ആണ് എമൗണ്ട് വന്നത്. ന്യൂയോർക്കിൽ നിന്ന് കയറിയതാണ്. ജംനാസിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പോൾ അവന് ഗ്ലാസ് ഇല്ലാണ്ട് ഓസ്ട്രിയക്ക് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ കയറി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് പറ്റിയ ഗ്ലാസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത കട കയറി നോക്കാൻ പോവാണ് ഗ്ലാസ്സിന്. അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളും ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് നമ്മൾ ഗ്ലാസ് ജംനാസിന് അങ്ങനെ ഗ്ലാസ് കിട്ടി, പറയണ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ നമ്മളിനി ലഗേജും കാര്യങ്ങളും ഹോൾഡ് ചെയ്തിട്ട് ബാക്കി നോക്കാം. നമ്മൾ വിയന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ചെറുതായിട്ടൊരു മഴ ചാർച്ചിലുണ്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സമയം 2 മണി. അപ്പോൾ നമ്മളിനി വിയന്ന കാഴ്ചകളിലൂടെയാണ് പോയത്. നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. മെട്രോയിൽ കയറി നമ്മൾ എവിടെയാണ് ചാനലിൽ പോകുന്നത്? കിങ്സി പാലസ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. ഇതാണ് പാലസിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. നല്ല രീതിയിൽ ചുമരും കാര്യങ്ങളൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 or 4 floor ഉണ്ട്. അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരും. പിന്നെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ ചിത്രം വരച്ചത് 1917 അതിൻ്റെ പ്രൈസാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 38.5 million. ഫ്രണ്ട്സ്, ക്ലൈമറ്റ് മൊത്തം ചേഞ്ചായി. വീണ്ടും നമുക്ക് വെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഫുള്ളൊരു മഴയുടെ ലക്ഷണമായിരുന്നു. മഴ ചാരവും ചെയ്തിരുന്നു. ഇപ്പോൾ നേരെ വെയിലായി വന്നു. ഇതാണ് ഓസ്ട്രിയ പാർലമെൻറ്റ്. ഓസ്ട്രിയൻ്റെ പാർലമെൻറ്റാണ്.
അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നല്ല അടിപൊളിയാണ് കാണാനും കാര്യങ്ങളും. എന്തായാലും ഒരു 1 ഡേ ട്രിപ്പിൽ നമുക്ക് ഈ പാർലമെന്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിയും. നമ്മൾ പാർലമെന്റിന്റെ അകത്ത് കയറണമെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു QR കോഡ് കിട്ടും. ഈ QR കോഡ് പോലെ അവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളത്. വേറെ എൻട്രി ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ പാർലമെന്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നമ്മളെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മളെ പേര്, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID ഇത് മാത്രം കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ സെക്യൂരിറ്റി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വിട്ടു. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഓസ്ട്രിയയുടെ പാർലമെൻറ്റിൻ്റെ അകത്തേക്കാണ്. നമ്മുടെ പാസ്പോർട്ട് അവർ ചോദിച്ചു, പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു. ബാക്കി നമ്മളെ ഫുൾ ചെക്കിങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഓസ്ട്രിയൻ പാർലമെൻറ്റിൻ്റെ ജസ്റ്റ് ചെക്കിങ് ഏരിയകളാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയൻ പാർലമെൻറ്റിലെ ഒരു അംഗമാണ്. നമ്മളിവിടെ നമുക്ക് അവരത് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അവരതിലെ ആൻസറും കാര്യങ്ങളും പറഞ്ഞു തരും. ഇതിങ്ങനെ രണ്ടും എല്ലാവരും ഉണ്ടാവും. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയി സംഭവം. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് നമുക്ക് ആൻസർ തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ പിക്ചേഴ്സാണ്. ഈ പിക്ചേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ ആ പിക്ചർ ഇവിടെ മാറി വരും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിന് നമ്മൾ ഈ 3D ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ പിക്ചർ ഇവിടെ നമുക്ക് പക്ക ക്ലാരിറ്റിയിൽ കിട്ടും. അതിൽ നമുക്ക് സൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവരെ പാർലമെൻറ്റ്. ഇതൊക്കെ പഴയ പാർലമെൻറ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് വിയന്നയുടെ കാഴ്ചകൾ. അതായത് നമ്മളിപ്പോൾ ഞാനൊരു ഷോർട്ടാക്കി മൊത്തം കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ വിയന്ന രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ ലഗേജും കാര്യങ്ങളും ലോക്കർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് 1 ഡേ പാസ് ടിക്കറ്റ് എടുക്കാം. 1 ഡേ പാസ് ടിക്കറ്റിന് ഏകദേശം 8 യൂറോ നമുക്ക് എക്സ്പെൻസ് വരുന്നത്, സ്റ്റുഡൻസ് ആയ കാരണം. അല്ലാത്തവർക്ക് 8 യൂറോ ഞാൻ 24 hours ആ പാസ് എടുക്കുക. നമ്മൾ മെട്രോ ട്രാം കയറുക. ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു ഓൾഡ് സിറ്റിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത്. അപ്പോൾ ആ ഏരിയകളൊക്കെ നമ്മൾ മെട്രോ വെച്ചിട്ട് എല്ലായിടത്തും മെട്രോയും ബസ്സും ട്രാമെല്ലാം ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുവഴി എല്ലാം നമുക്ക് കയറുക. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് വരിക. ഈവനിങ് നമുക്ക് റിട്ടേൺ പോകാവുന്ന രീതിയിലുള്ളൂ. അത്രേ ഉള്ളൂ നമുക്ക് വിയന്ന കാണാനുള്ളൂ. ഒരു ദിവസത്തെ ട്രിപ്പുള്ളൂ നമുക്ക് വിയന്ന. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.